കാർഷിക വാർത്തകൾ. കൃഷിക്ക് കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. കാർഷിക മേഖലയ്ക്ക് 2000 കോടി രൂപയുടെ വകയിരുത്തൽ. കേര വികസനവും മൃഗസംരക്ഷണവും ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്കും ധനസഹായം. കൃഷിക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ആകെ 2000 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. കേര വികസനത്തിനായി 100 കോടി രൂപയും നാളികേര മേഖലയിലെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് 75 കോടി രൂപയും അനുവദിച്ചു. നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന് 150 കോടി രൂപയും കേരള കാർഷിക സർവകലാശാലയുടെ പുരോഗതിക്കായി 72 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിന് 78.45 കോടി രൂപയും നാളികേര വികസനത്തിന് 73 കോടി രൂപയും സുഗന്ധവ്യഞ്ജന വികസന പദ്ധതിക്ക് 15 കോടി രൂപയും വർദ്ധിപ്പിച്ചു. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5.25 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കാർഷിക മേഖല തളർച്ചയുടെ ഘട്ടം പിന്നിട്ട് വളർച്ചയുടെ പാതയിലാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിലെ കാർഷിക രംഗം 2011-12 മുതൽ തളർച്ചയിലായിരുന്നു. എന്നാൽ ഈ തളർച്ചയുടെ ഘട്ടത്തെ നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മറികടന്നു. കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. കാർഷികാനുബന്ധ മേഖലയുടെ പദ്ധതി അടങ്കൽ 2071.95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് 234.73 കോടി രൂപ കേന്ദ്രവിഹിതമായി പ്രതീക്ഷിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കാർഷിക മേഖലയിലെ പദ്ധതി ചെലവ് ഗണ്യമായ വർധനവ് കൈവരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാർഷിക മേഖലയിലെ വളർച്ചയ്ക്കായി ലോകബാങ്ക് വായ്പാ സഹായത്തോടെ കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര എന്ന ബൃഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. കേരള പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 318.46 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. വീട്ടുപടിക്കൽ മൃഗസംരക്ഷണ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിക്ക് 18.5 കോടി രൂപയും വെറ്റിനറി സേവനങ്ങൾക്ക് ആകെ 38 കോടി രൂപയും അനുവദിച്ചു. യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ഹൈടെക് പ്രിസിഷൻ ഫാമിംഗ് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് 3% പലിശ ഇളവ് നൽകാൻ 10 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. കർഷകരെയും പുതുതലമുറ സംരംഭകരെയും ഒരുപോലെ പരിഗണിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് യൂറിയ വിൽപ്പനയിൽ വർധനവ്. 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ആവശ്യകത ഉയർന്നതോടെ ഇറക്കുമതി കൂടുകയും ആഭ്യന്തര ഉൽപാദനം കുറയുകയും ചെയ്തു. വള ഉപയോഗത്തിൽ സമതുലിത സമീപനത്തിലേക്കുള്ള മാറ്റമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ രാജ്യത്ത് യൂറിയ വിൽപ്പന 3.8% വർദ്ധിച്ച് 3.11 കോടി ടണ്ണായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 3 കോടി ടണ്ണായിരുന്നു. അതേസമയം ആഭ്യന്തര യൂറിയ ഉൽപാദനം 3% കുറഞ്ഞ് 2.24 കോടി ടണ്ണായി. ഇതോടെ യൂറിയ ഇറക്കുമതി 85%-ലധികം ഉയർന്ന് 80 ലക്ഷം ടണ്ണിലെത്തി. 45 കിലോ ബാഗിന് 267 രൂപയ്ക്ക് ലഭിക്കുന്ന യൂറിയയാണ് ചെറുകിട കർഷകർ കൂടുതലായി ആശ്രയിക്കുന്നത്. DAP ബാഗിന് 1350 രൂപയും മറ്റു വളങ്ങൾ 1500 രൂപയ്ക്ക് മുകളിലുമാണ് വില. കോംപ്ലക്സ് വളങ്ങളുടെ ഇറക്കുമതി 121% ഉയർന്നപ്പോൾ DAPയുടെ ആഭ്യന്തര ഉൽപാദനം കുറയുകയും ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്തു. ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വിലയിരുത്തലിൽ വളവിതരണത്തിൽ ആഭ്യന്തര ഉൽപാദനവും നിയന്ത്രിത ഇറക്കുമതിയും ചേർന്ന സമതുലിത സമീപനമാണ് നടപ്പിലാകുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവയുടെ കാര്യക്ഷമ ഉപയോഗത്തിലേക്കുള്ള ക്രമേണ മാറ്റവും കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.